കല്ലും മണലും ആണികളുമൊക്കെ വായിൽ കുത്തി നിറച്ച നിരവധി മയ്യത്തുകൾ ഞാൻ കണ്ടു. അതിൽ ചിലതിൻ്റെയെല്ലാം കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. മറ്റു ചിലതിൽ കൈകളിൽ വിലങ്ങുവെച്ചിരുന്നു. കൂടാതെ നഖങ്ങൾ പിഴുതെടുത്തതും വിരലുകൾ മുറിച്ചു മാറ്റിയതും കൈകാലുകൾ നഷ്ടപ്പെട്ടതുമായ മൃതദേഹങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും എന്റെ പ്രിയതമനോ കൂടപ്പിറപ്പോ ഉണ്ടായിരുന്നില്ല. എങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഗസയിലെ എല്ലാ മൃതദേഹങ്ങൾക്കിടയിലും അവരെ തിരയുന്നുണ്ട്. അവസാനമായി അവർക്ക് മാന്യമായ ഒരു ഖബറടക്കം നൽകി യാത്രയാക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇസ്ര അൽ അരീർ എന്ന ഫലസ്തീൻ യുവതിയുടെ വാക്കുകളാണിത്. മാധ്യമപ്രവർത്തക കൂടിയാണ് ഇസ്ര. 2023 ഒക്ടോബർ 6 വെള്ളിയാഴ്ചയാണ് ഇസ്ര തന്റെ ഭർത്താവ് യാസർ അൽ തവീലിനെ അവസാനമായി കണ്ടത്. സുഹൃത്തുക്കളെ കാണാനായി വീട്ടിൽ നിന്നിറങ്ങിയ യാസർ ആ രാത്രി തിരികെ വന്നില്ല. പിന്നീട് ഇതുവരെയും അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല. ഇനി വരുമെന്നൊരു പ്രതീക്ഷയും ഇസ്രയ്ക്കില്ല. ഒക്ടോബർ 6 രാത്രി ഉറങ്ങാൻ നേരത്ത് ഇസ്ര യാസറിനെ വിളിച്ചിട്ടുണ്ട്. മകൾക്ക് പനിയാണെന്നും ആശുപത്രിയിൽ പോകണമെന്നും ഇസ്ര ഓർമ്മിപ്പിച്ചതാണ്. പുലർച്ചെ എത്താമെന്നും എന്നിട്ട് പോകാമെന്നും യാസർ ഉറപ്പ് നൽകി. ആ ഉറപ്പ് വിശ്വസിച്ചാണ് അന്ന് രാത്രി ഇസ്ര മകൾക്കൊപ്പം കിടന്നുറങ്ങിയത്. എന്നാൽ അടുത്ത ദിവസം ബോംബുകളുടെയും മിസൈലുകളുടെയും ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. ഇന്റർനെറ്റ് സൗകര്യമുള്ള അയൽക്കാരന്റെ അപ്പാർട്ട്മെന്റിൽ പോയപ്പോഴാണ് യുദ്ധം തുടങ്ങിയ വാർത്തകൾ ഇസ്ര അറിയുന്നത്. ഉടൻ തന്നെ ഭർത്താവിനെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോണിൽ ലഭിച്ചില്ല. മണിക്കൂറുകൾക്ക് ശേഷം യാസറിന്റെ ഒരു സുഹൃത്തിനെ ലൈനിൽ കിട്ടി. അവരിൽ നിന്നാണ് യാസറിനെ കുറിച്ചുള്ള അവസാന വിവരങ്ങൾ ഇസ്ര അറിഞ്ഞത്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് പ്രത്യാക്രമണം നടത്തിയെന്ന വാർത്തയറിഞ്ഞ് യാസറും സുഹൃത്തുക്കളും അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോയെന്നും അവിടെ വെച്ച് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അവർ വേർപിരിഞ്ഞെന്നുമാണ് ആ സുഹൃത്ത് പറഞ്ഞത്. പിന്നീട് ഇതുവരെ യാസറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇസ്ര അറിഞ്ഞിട്ടില്ല. ഇതേ സമയത്താണ് സങ്കടം നിറഞ്ഞ മറ്റൊരു വാർത്തയും എത്തുന്നത്. സഹോദരൻ ദിയയെയും കാണാനില്ലെന്ന വിവരം വീട്ടിൽ നിന്നും അറിയിക്കുന്നത്.